11 ദിവസം നീണ്ട അനിശ്ചിതങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രിയായി സതീശനെ പ്രഖ്യാപിച്ചതോടെ UDF പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി. സതീശൻ തട്ടകമായ എറണാകുളത്തടക്കം ആഹ്ലാദ പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങി. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് എത്തിയ നിയുക്ത മുഖ്യമന്ത്രിയെ അണമുറിയാത്ത മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ എതിരേറ്റു. 11 ദിവസം നീണ്ട അനിശ്ചിതത്വത്തിന് അറുതിയായതിന്റെ ആശ്വാസത്തിൽ സംസ്ഥാനത്തെ UDF പ്രവർത്തകർ. AICC ആസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതോടെ പ്രവർത്തകരുടെ ആവേശം അണപൊട്ടി. പത്തു വർഷത്തെ അധികാര വരൾച്ചയ്ക്കു ശേഷം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്ക് 1-ാം നമ്പർ വാഹനം എത്തിച്ച പ്രിയപ്പെട്ട നേതാവിന് വീരോചിതമായ വരവേൽപ്പ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഷോൾ അണിയിച്ച് നിയുക്ത മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. ആഹ്ലാദ നൃത്തം ചവിട്ടിയും മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും അണികൾ തെരുവിലിറങ്ങി. മഴയെ അവഗണിച്ചും പലയിടത്തും ആഹ്ലാദ പ്രകടനങ്ങൾ. VDയുടെ തട്ടകമായ എറണാകുളത്ത് വമ്പൻ ആഘോഷ പ്രകടനം. കോട്ടയം ജില്ലയിൽ വിവിധയിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഏറ്റുമാനൂരിലും ഈരാറ്റുപേട്ടയിലും ആഘോഷ പ്രകടനം നടന്നു. LDF കോട്ട പിടിച്ചെടുത്ത പത്തനാപുരത്ത് വമ്പൻ ആഘോഷങ്ങൾ. കണ്ണൂരിൽ DCC ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ മധുരം പങ്കുവച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷിച്ചു. VD സതീശന് അഭിവാദ്യം അർപ്പിച്ച് വടക്കൻ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ലീഗ് പ്രവർത്തകരും തെരുവിലിറങ്ങി. പ്രവർത്തകർക്ക് വലിയ ആവേശമാണ്. തീർച്ചയായിട്ടും ഒരു സന്തോഷം ഒരു പങ്കുവയ്ക്കുന്ന 10 വർഷം കഴിഞ്ഞ് UDFന്റെ ഒരു ഭരണം ഉണ്ടാവാൻ പോകുന്നതിന്റെ സന്തോഷം കൂടിയാണ്. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പ്രവർത്തകർ ഒരുക്കിയത് വമ്പൻ വരവേൽപ്പ്. കന്റോൺമെന്റ് ഹൗസിൽ നിന്നും ഇന്ദിരാഭവൻ വഴി ക്ലിഫ് ഹൗസിലേക്ക് VD സതീശൻ. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.